അപ്പം നമുക്ക് മന്തി കഴിച്ചാലോ? അപ്പോൾ ദാ മന്തിയൊക്കെ എടുത്തിട്ട് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. എല്ലാ സാധനങ്ങളും കാറിൽ നിന്ന് നമ്മൾ ഇറക്കിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു ചെറിയ കാടിൻ്റെ ഉള്ളിലേക്കാണ്. ഈ കാടെന്ന് പറയുന്നത് അവിടെ ഈ ആനകളൊക്കെ വരും എന്നാണ് ഈ പറയണത്. ചേച്ചി പറയണത് എന്താണെന്ന് വെച്ചാൽ ആന വന്നാൽ ഞാൻ ആ ഫുഡ് ഇട്ടിട്ട് അതിനൊക്കെ ഓടിക്കും എന്നൊക്കെയാണ് പറയണത്. അപ്പം നമ്മളിതാ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പം നമ്മൾ നല്ലൊരു സ്പേസ് നോക്കുകയാണ്, എവിടെയാണ് നമ്മൾ മന്തിയൊക്കെ വെക്കേണ്ടത്, എവിടെ നിന്നാണ് കഴിക്കേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ദാ നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമുക്ക് നല്ലൊരു മന്തിയും കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. അങ്ങനെ നമ്മളിതാ സ്പോട്ടിലെത്തി നമ്മൾ എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അവിടെ നിന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതൊക്കെ വിരിച്ച് സെറ്റാക്കുകയാണ്. നമ്മൾ മന്തി കഴിക്കാനുള്ള എല്ലാ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാ മന്തി എന്താലേ നമ്മളെ ആൾ കുക്ക്, പിന്നെ കുക്കിനെ ഹെൽപ്പ് ചെയ്ത ആൾ, നമ്മളെല്ലാവരും സപ്പോർട്ടർമാർ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമ്മുടെ അൽ കുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കുക്കിനെ ഹെൽപ്പ് ചെയ്ത ആളാണ്, ആളുടെ ഹസ്ബൻഡാണ്. അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ടർമാരാണ്. നമ്മളെ തിന്ന് സഹായിക്കാൻ മാത്രം വേണ്ടി വന്ന ആൾക്കാരാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോരുത്തരും എൻ്റെ കഥകളും ഇങ്ങനെ ഓരോ ചിരിയും കളിയും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരു കാട്ടിനുള്ളിൽ ചെറിയ മന്തി സൽക്കാരം എന്നൊക്കെ പറയാമല്ലോ, അതൊക്കെ കഴിഞ്ഞു. നമ്മൾ നമ്മുടേതായ ഒരു മൊമെൻറ്റിലേക്കൊക്കെ പോയി എൻജോയ് ചെയ്തു.